4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കിയാലോ? യെസ്, നോക്കിക്കോളൂ. റൈറ്റ് ഡൗൺ എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ 4 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് ഇസ് കോൺവെക്സ് ടു ദി ഒറിജിൻ. നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ഇരിക്കുന്നത്. യെസ്, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ആദ്യം വരയ്ക്കാം. യെസ്, നോക്കിക്കോളൂ എങ്ങനെയാണ് വരുന്നതെന്ന്. ഇങ്ങനെ കോൺവെക്സ് ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു എന്താണ്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. സെക്കൻഡ് വൺ നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ നോക്കിയേ, ഇൻഡിഫറൻസ് കർവ് ഷിഫ്റ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ആര് പോകുന്നത്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോകുന്നത് അല്ലേ. എന്താണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, ആൻഡ് നോക്കിയേ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. എന്ത് നോക്കിയേ, ഇപ്പം ഇത് IC1 എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് എന്താ, ഇവിടെ നമുക്കൊരു IC2 ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ മുകളിൽ എന്താ ഒരു IC3 ഉണ്ടെന്ന് വിചാരിക്കുക. ഈ IC3 ആയിരിക്കും കസ്റ്റമറിന്, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. യെസ്, അങ്ങനെയെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.